എന്നോട് ക്ഷമിക്കണേ അപ്പച്ച. പിടിച്ചു നിൽക്കാനാവുന്നത് നോക്കി എന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ടാ. ക്ഷമിക്കണേ അപ്പച്ച, ക്ഷമിക്കണേ.
അമ്മേ ചായ ആയില്ലേ? ദേ കൊണ്ടുവരുന്നു മോനെ. ഇന്ന് മുതൽ ഇവിടെ അടുത്ത് തന്നെയല്ലേ നിന്റെ പണി സൈറ്റ്? അപ്പൊ പിന്നെ ഉച്ചയ്ക്ക് ഇവിടെ വന്ന് കഴിച്ചൂടെ നിനക്ക്? അമ്മച്ചി എന്തായി പറയുന്നത്? ഇവിടെ അടുത്തെന്ന് വെച്ചാൽ തൊട്ടടുത്തൊന്നും അല്ല അമ്മേ. നടക്കാനുള്ളതേ ഉള്ളുവെങ്കിലും ആ റെയിൽവേ ക്രോസ് കഴിഞ്ഞ് പോകണം. ഒന്നാമതേ ഭയങ്കര വെയിലാണ്. ഇനി ഞാൻ ഈ വെയിലും കൊണ്ട് ഉച്ചയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട, ഞാൻ പുറത്തെങ്ങാനും കഴിച്ചോളാം. വേണ്ട വേണ്ട, ഇനിയിപ്പൊ പുറത്തുനിന്നൊന്നും കഴിക്കാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ തന്നെ നല്ലത് വലുതും കിട്ടുമോ? കയ്യിലെ കാശും കൊടുത്ത് ഉള്ള വയറ് ചീത്തയാക്കണ്ട. അമ്മ ചോറ് തന്നുവിടാം. വെയിലു കൊണ്ട് കറുത്തു എന്റെ കുഞ്ഞ്. എന്ത് നിറവായിരുന്നു നിനക്ക്? അമ്മച്ചി എന്തായി പറയുന്നത്? കെട്ടിട പണിക്ക് പോകുന്നവർക്കൊക്കെ വെയിലും മഴ എന്നൊക്കെ ഉണ്ടോ അമ്മേ? ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളൂ, കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് ശീലമായിക്കോളൂ. ആ അവളെന്തേ സിനി? ഓ, പത്രം വാങ്ങിക്കാനെന്ന് പറഞ്ഞ് അപ്പുറത്തേക്ക് പോയതാ. ഇനിയിപ്പോ ടിവിയും കണ്ടോ അവിടെ നിൽക്കുന്നുണ്ടാവും. പുതിയ ചൂരിദാറിന്റെയും ജീൻസിന്റെയും ഒക്കെ ഫാഷൻ നോക്കണ്ടേ? മോളെ സിനിയേ, ദാ വരുന്ന അമ്മച്ചി. വായിച്ചിട്ട് ഇപ്പൊ തന്നെ കൊണ്ടുവരാൻഡി. ആ പിന്നെ അപ്പുവേട്ടനോട് ഞാൻ കൂടെ വന്നിട്ടേ പോവാവൂന്ന് പറയണേ. അത് പിന്നെ അവൻ മറക്കൂ. മോള് വേഗം റെഡിയായി വാ, അപ്പോഴേക്കും അവൻ ഇറങ്ങും. ശരി ആന്റി. നീ ഇത് എവിടെ പോയാടി? പത്രം അച്ചടിച്ചുകൊണ്ട് നേരായല്ലോ. ഓ വലിയ തമാശ. ഓസിന് വായിക്കണതല്ലേ, അപ്പൊ അമ്മിണി ആന്റി അപ്പുവേട്ടനൊക്കെ വായിച്ചു തീർന്നവരെ കാത്തിരിക്കേണ്ടി വരും. ഓ സമ്മതിച്ചു. നീ ആ പത്രം ഇങ്ങനെ. ആഹാ, അങ്ങനെ ഇപ്പൊ സൂചി വായിക്കണ്ട. കഷ്ടപ്പെട്ട് മേടിച്ചോണ്ട് വന്നവർ ആദ്യം വായിക്കട്ടെ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ കെട്ടിടം പണിക്ക് പോകുന്നവര് പത്രം വായിച്ചിട്ട് വേണ്ടേ? അല്ല, രാവിലെ തുടങ്ങിയ രണ്ടുപേരും തമ്മിൽ യുദ്ധം. കണ്ണി കണ്ട കീരിയും പാമ്പും തോറ്റുപോകും. അതെ, എനിക്ക് കുറച്ച് നാണക്കേടുണ്ട്. എന്റെ ഏട്ടൻ ഈ വർഷം ഹൈസ്കൂൾ അധ്യാപകനായി ജോലിക്ക് കയറുന്ന എല്ലാരോടും വീമ്പളക്കിയതാ. എന്നിട്ടിപ്പോ ഏട്ടൻ കെട്ടിടം പണിക്കാൻ പോണേന്ന് പറഞ്ഞ് ഇന്നലെ കൂടെ ആ മേരി സ്റ്റെല്ലേനെ വാരി. അതിന് നിന്റെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ എങ്ങനെയാ ഞാൻ കെട്ടിടം പണിക്ക് പോകുന്ന കാര്യം അറിയുന്നത്? എങ്ങനെയാ അറിയുന്നേന്നോ? അമ്മയ്ക്ക് അറിയോ? ഏട്ടനിപ്പോ പണിക്ക് പോകുന്ന തേവരയിലെ വീട് ട്രീസയുടെ ആന്റിയുടെയാ. അതിനെന്താ മോളെ, കക്കാനും മോഷ്ടിക്കാനും ഒന്നും അല്ലല്ലോ അവൻ പോകുന്നത്, പണിയെടുക്കാനല്ലേ. അല്ല, ഇവൻ നിന്റെ ഏട്ടനാണെന്ന് ആ കുട്ടികൾ എങ്ങനെ അറിഞ്ഞു? അമ്മച്ചി അതും മറന്നോ? അപ്പച്ചൻ പാടില്ലാണ്ട് ഹോസ്പിറ്റലിൽ കിടന്നപ്പോ 2-3 തവണ അവളുമാര് കാണാൻ വന്നത് അമ്മച്ചി ഇത്ര വേഗം മറന്നോ? ഓ ശരിയാ മോനെ, ആ കുട്ടികൾ അന്ന് വന്നിരുന്നു. മോൻ അവരെ കണ്ടായിരുന്നോ? വലുതും സംസാരിച്ചോ? ഓ, ഇനി സംസാരിക്കാത്തതിന്റെ കുറവ് കൂടിയേ ഉള്ളൂ. തലയെ തുണിയിട്ടാ ഞാനിപ്പോ കോളേജിലൂടെ നടക്കുന്നത്. അതറിയോ ഏട്ടന്? ഈ പണി നിർത്തിയിട്ട് തുടർന്ന് പഠിച്ചാലെന്താ? നീ എന്തു വർത്തമാനോടെ ഈ പറയുന്നത്? നിനക്കും കൂടെ അറിയാവുന്ന കാര്യമല്ലേ ഇത്? ക്യാൻസർ വന്ന അപ്പച്ചൻ മരിക്കുമ്പോൾ ഉണ്ടായിരുന്ന കിടപ്പാടം വിറ്റിട്ടും കടം തീർന്നോ? ഇപ്പോഴും എൻ്റെ തലയ്ക്ക് മുകളിൽ തന്നെ കടം. അതിനിടയ്ക്കാ പഠിത്തം. ഒരു ഹൈസ്കൂൾ അധ്യാപകനാകാനുള്ള ആഗ്രഹം എനിക്കില്ലാഞ്ഞിട്ടാണോ അമ്മേ? സാഹചര്യം കൊണ്ടാണ് ഞാൻ ഈ പണിക്കിറങ്ങി തിരിച്ചത്. അല്ലേ തന്നെ ഒരു സ്കൂളിൽ ജോലിക്ക് കയറണമെങ്കിൽ 10-15 ഓരോരുത്തർ ഡൊണേഷൻ ചോദിക്കുന്നത്. ഈ വാടക വീടിൻ്റെ 3 കുടിശ്ശിക മുടങ്ങി കിടക്കുന്നത്. അത് വല്ലതും അറിയോ നിനക്ക്? അവർ നല്ല മനുഷ്യരായതുകൊണ്ട് മുഖം കറുത്തൊന്നും ചോദിക്കണില്ല. നീ കോളേജിലെ ഫീസ്, ബുക്ക് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ തന്നെ കാശ് ഞാൻ എടുത്ത് തരാറില്ലേ? അതൊക്കെ ഈ പണിയെടുത്ത് തന്നെയാ. പതുക്കെ പറ മോനെ, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആൾക്കാരുള്ളതാ. അല്ലമ്മേ, അവൾ പറഞ്ഞത് കേട്ടില്ലേ? ഓ മതി, അവളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അതിനും എന്തെങ്കിലും ന്യായം കാണും. ഇനി ഇതും പറഞ്ഞ് ഇവിടെ ഒരു കശവശ വേണ്ട. സിനിമോളെ, നീ പോയി പോകാനൊരുങ്ങ്. അമ്മ കാപ്പി എടുത്തു വയ്ക്കാം. അമ്മച്ചിക്ക് അറിയോ ഈ ലോട്ടറി വിൽക്കുന്ന ചന്ദ്രൻ ചേട്ടനെ? ഹാർട്ട് പേഷ്യൻ്റ് അമ്മച്ചി. ഒരു ജോലിക്കും പോകാൻ വയ്യ, കൂടെ 2 പെൺമക്കളും. ഞാൻ ഈ ടിക്കറ്റ് എടുക്കുന്നത് അങ്ങേർക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് കരുതിയാ. നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ട് നമ്മൾ കുറേ അനുഭവിച്ചതല്ലേ. എന്നെ കൊണ്ടാവുന്ന ചെറിയൊരു സഹായം. അല്ലേലും കഷ്ടപ്പെടുന്നവർക്ക് എപ്പോഴും കഷ്ടപ്പെട്ട് ജീവിക്കാനാ വിധി. ദുഷ്ടനെ പന പോലെ വളർത്തുന്നല്ലേ. അമ്മ ഇറങ്ങുവാണേ. മോനെ സൂക്ഷിച്ചു പോണേ. ആ ആ സിബി, ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്. ഇന്ന് പോകണ്ടേ? പോണം, ഇവിടെ അടുത്ത് തന്നെയാ, താമസം ഇറങ്ങിയാൽ മതി. ഞാൻ ഇറങ്ങാൻ അമ്മച്ചി. എടി, നീ ഇന്നൊന്നും കഴിക്കാനേ പോന്നെ? വിശപ്പില്ല അമ്മച്ചി. ഈ പെണ്ണിന് ഇതെന്തിന്റെ കേടാ? എടി, ഈ പത്രം കൊടുക്കുന്നില്ലേ? തന്നെ തന്നെ അങ്ങ് കൊടുത്താൽ മതി. വല്ല അഡ്വക്കേറ്റ് ആവേണ്ടതായിരുന്നു. അതുപോലെ നാക്ക്. എന്നാ വൈകിട്ട് കാണാം സിബി. ഓക്കേടാ. പോ.
ആ അവക്കിപ്പോൾ എന്നേക്കാളും കാര്യം അവളുടെ അപ്പുവേട്ടന. പോടാ, ഒരു അനിയത്തെ പോലെ അവൻ അവിടെ കൊണ്ടു നടക്കുന്നേ. അതെനിക്ക് അറിയാൻ പറ്റി, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. പിന്നെ സിനിമകളുടെ കോളേജ് അപ്പുവിൻ്റെ ഓഫീസിനടുത്തായ കാരണം സിനിമകൾക്ക് എന്നും ബസ്സിൻ്റെ പുറകെയുള്ള ഓട്ടം 2 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അവക്കും എന്തെങ്കിലും ഒരു ആലോചന നോക്കണ്ടേ? അതിനു മുന്നേ ഈ കടമൊക്കെ ഒന്ന് തീർന്നാൽ മതിയായിരുന്നു. ഒക്കെ ശരിയാവും അമ്മച്ചി. അമ്മച്ചി ദേ ഈ പത്രം അമ്മണി എൻ്റെ കൊടുത്തേക്ക്, ഞാൻ പോയി കുളിച്ചിട്ട് വരാം. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ, ഇന്നും ചേട്ടനോനെത്തി നമ്മെ അടിയുണ്ടാക്കിയല്ലേ? അല്ല, അത് പുതുമയുള്ള സംഭവമൊന്നുമല്ലല്ലോ. പിന്നെ നീ എന്തിനാ മോൻ കറുപ്പിക്കുന്നത്? ഏട്ടനായിട്ട് തല്ലുപിടിച്ചിട്ടൊന്നുമല്ല, നേരെ കോളേജിലേക്കല്ലേ. അവിടെ ഉണ്ടല്ലോ 2 എണ്ണം, മേരിയും ട്രീസയും. വല്ലവരും വല്ലതും വായിത്തൊന്നും വിളിച്ചു പറഞ്ഞൊന്നും കരുതി നീ എന്തിനാ ഡെസ്പാവുന്നേ? നിങ്ങളുടെ അപ്പച്ചൻ മരിച്ചു പോയത് പിന്നെ പകുതിക്ക് വെച്ച് നിന്ന് പോയതല്ലേ സിബിയുടെ പഠിത്തം, അല്ലാതെ അവനായിട്ട് നിർത്തി വെച്ചൊന്നും അല്ലല്ലോ. എല്ലാം വിധി പോലെ വരൂ, അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കും. മോളെ, രാവിലെ കോളേജിലേക്കാണല്ലേ? അതെ. സിബി കുഞ്ഞിന്റെ പണി സൈറ്റ് എവിടെയാ? അയ്യോ, അതെനിക്കറിയില്ല. ഇവിടെ അടുത്തെങ്ങാണ്ടാണെന്ന് തോന്നുന്നു. രാവിലെ താമസിച്ചു പോയാൽ മതി, അമ്മയോട് പറയണ കേട്ടു. മോനെ സുഖം തന്നെയല്ലേ? അച്ഛൻ ഗൾഫിൽ നിന്നൊക്കെ വിളിക്കാറുണ്ടോ? അച്ഛൻ്റെ കുളക്ക് ഡെയിലി ഉണ്ട് ചേട്ടാ. പിന്നെ ചേട്ടൻ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? തരക്കടില്ല മോനെ, അങ്ങനെ ഇരുണ്ട് വെളുത്തങ്ങ് പോകുന്നു. എന്നാ ശരി ചേട്ടാ, പിന്നെ കാണാം. ഓ ആയിക്കോട്ടെ മോനെ. നാളത്തെ കാരുണ്യ ഉള്ളത് പറയാലോ എൻ്റെ സിബി. കാര്യം നിന്റെ അപ്പൻ എൻ്റെ കൂട്ടാളിയാണെങ്കിലും പണത്തിന് പണം തന്നെ വേണ്ട മോനെ. രൂപ 1.5 ലക്ഷമാ നിന്റെ അപ്പൻ്റെ ഓപ്പറേഷനാന്നും പറഞ്ഞ് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വന്ന് മൂക്ക് ചീറ്റിയപ്പോൾ ഞാനെടുത്തു തന്നത്. അതിപ്പോ മുതലും പലിശയും ചേർത്ത് എത്ര രൂപയാണെന്ന് വല്ല അറിയാമോ എൻ്റെ സിബിയെ? അയ്യോ അന്തോണിച്ചായ അങ്ങനെ പറയരുത്. ഒരാവശ്യം നേരത്ത് ഏറ്റവും കൂടുതൽ പണം തന്ന് സഹായിച്ച അന്തോണിച്ചായനാ. അത് ഞങ്ങൾ ആരും മറക്കുകയില്ല. അതുപോലെ തന്നെ പലിശയുടെ കാര്യവും ഒരല്പം കൂടെ സാവകാശം അന്തോണിച്ചാൻ എനിക്ക് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായോ? ഇതിപ്പോ 7ാമത്തെ പലിശ മുടക്കല്ലേ? ഇങ്ങനെ നീ പലിശ മുടക്കിക്കൊണ്ടിരുന്നാൽ എത്ര രൂപ വേണ്ടി വരുമെന്ന് നിനക്ക് വല്ലതും അറിയാവോ? അറിയാഞ്ഞിട്ടല്ല അന്തോണിച്ചായ, സിനിമയുടെ പഠിത്തത്തിന് നല്ല ചിലവുണ്ട്. അവളുടെ പഠിത്തമെന്ന് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടൂ. പിന്നെ അന്നു കിട്ടുന്ന കൂലി മുഴുവൻ തന്നിട്ടായാലും അന്തോണിച്ചാൻ്റെ കട ഞാൻ വീട്ടിക്കോളാം. വീട്ടിക്കോളം എന്ന് പറഞ്ഞ് നീനെ കൂടുതൽ ചുറ്റിക്കാൻ നോക്കല്ലേ. ദേ, നീ എൻ്റെ പഴയൊരു ചങ്ങാതിയുടെ മകനായതുകൊണ്ടാ ഞാൻ നിന്നോട് മുഖം കറുത്ത് സംസാരിക്കാത്തത്. ഇനി അതിനും കൂടി നീ അവസരം ഉണ്ടാക്കരുത്. അയ്യോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അന്തോണിച്ചായ, ഒരു അല്പം കൂടെ സാവകാശം എനിക്ക് തന്നാൽ മതി. കുറച്ച് സാവകാശം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരാഴ്ചയാണ്, അതോ 1 മാസമാണ്, അതോ 1 വർഷമാണ്? അതിനും നിനക്ക് ഉറപ്പില്ലെങ്കിൽ അന്തോണിച്ചാനൊരു സമയം നിനക്ക് അങ്ങോട്ട് തരാം. 2 മാസം. 2 മാസത്തിനുള്ളിൽ എൻ്റെ മുതലും പലിശയും ചേർത്ത് എനിക്ക് മടക്കി കിട്ടണം. അങ്ങനെയുണ്ടെങ്കിൽ ഈ അന്തോണിച്ചായൻ്റെ ചിരിച്ച മുഖം തന്നെ നീ കാണും. ഓട്ടടാ സിബിയെ, വണ്ടി എടുക്ക് ജോൺസാ. നീ വാ. അയാളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. രൂപ 1ഉം 2ഉമല്ല, 1.5 ലക്ഷമാണ് നീ ചോദിച്ചപ്പോൾ എണ്ണി കൈ വെച്ച് തന്നത്. ആ പണം ആരുടെയൊക്കെ കഴുത്തറുത്തുണ്ടാക്കിയാണെന്ന് അയാൾക്കും ദൈവത്തിനും മാത്രമേ അറിയൂ. അപ്പോൾ പിന്നെ ആ ദണം അയാൾക്കുണ്ടാവില്ലേ? സിനിമയുടെ പഠിത്തത്തിന് നല്ല ചിലവുണ്ടാ. കോളേജിലെ ഫീസ് ഇപ്പം എത്രയാന്ന് വെച്ചിട്ടാ? അതൊക്കെ ശരി തന്നെ എന്ന് വെച്ച് നമ്മുടെ കുടുംബത്തിലെ കഷ്ടപ്പാടും പ്രയാസങ്ങളും കടക്കാരോട് പറഞ്ഞിട്ട് എന്താടാ കാര്യം? അല്ലെങ്കിലും എൻ്റെ അനുഭവത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ അവരുടെ ദേഷ്യം കൂടത്തേ ഉള്ളൂ. ഞാൻ ആരെയും ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞതല്ല, ഉള്ളത് പറഞ്ഞാൽ ഒരു അവധി നീട്ടിക്കിട്ടുമെന്ന് കരുതി. ഇനിയിപ്പോൾ ഈ 2 മാസം കൊണ്ട് നീ എങ്ങനെയാണ് ഈ കടം വീട്ടാൻ പോകുന്നത്? ഈ കടം മാത്രമോ? തൊഴിലുറപ്പെന്നും പറഞ്ഞ അമ്മയെ കൊണ്ട് അയൽക്കൂട്ടത്തിൽ നിന്ന് എടുപ്പിച്ച 40,000 രൂപ, ശനിയാഴ്ചക്കാരൻ അണ്ണാച്ചിയുടെ 20,000 രൂപ, പിന്നെ ആകെ ഉണ്ടായിരുന്നൊരു ബൈക്ക്, അത് CC-ക്കാരും കൊണ്ടുപോയി. അതുകൊണ്ട് അതിനൊരു സമാധാനമുണ്ട്. എൻ്റെ എല്ലാ കടവും തീരൂടാ. എങ്ങനെ?
ഒരു ലോട്ടറി അടിക്കണം. ഹാ, അതിനും കുറവൊന്നുമില്ല. അതിന് വേണ്ടുവോളം എടുക്കുന്നുമുണ്ട്. നിനക്ക് ടിക്കറ്റ് വിറ്റതിൻ്റെ കണക്കിൽ ആ ചന്ദ്രൻ ചേട്ടൻ 2 സെൻറ്റ് സ്ഥലമെങ്കിലും വാങ്ങിയിട്ടുണ്ടാവും. പോടാ, ആ പാവം ഓരോ ദിവസം തള്ളി നിൽക്കണം എങ്ങനെയെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ആ പിന്നെ നിനക്കും അറിയാം, എൻ്റെ വലം കൈയില്ലേ. എടാ, സ്വന്തം നിലനിർന്ന് മറ്റുള്ളവരെ സഹായിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിലും ഇക്കാര്യത്തിൽ എൻ്റെയോ നിൻ്റെയോ കഴിവൊന്നുമല്ല. സാക്ഷാൽ മുകളിലിരിക്കുന്നൊരു വര വരച്ചിട്ടുണ്ട് മോനെ. അത് അനുഭവിച്ചു. വാ വാ, വേഗം നടക്കും. ഇപ്പം തന്നെ സമയം വരും. ചേച്ചിയെ ഉച്ച കഴിഞ്ഞൊരു ഉറക്കമുള്ളതാ. വർഷം വരാൻ പോകുന്നതിന്റെ ആവും. ചൂടുകൊണ്ട് കിടക്കാൻ പറ്റുന്നില്ല. എന്നാ പിന്നെ കുറച്ചു നേരം ഇവിടെ വന്നിരിക്കാന്ന് കരുതി. ഞാനും ഒന്ന് മയങ്ങുന്നതാ. വന്ന് വന്ന് ആ പതിവൊക്കെ തെറ്റിയിരിക്കുക. അത് ഞാനുണ്ടായിരുന്നപ്പോ ഒന്നിനും ഒരു കുറവും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. പിള്ളേർക്കും അങ്ങേരെന്ന് വെച്ച ജീവനായിരുന്നു. നമുക്കൊരു വീടില്ലെങ്കിലും കുഴപ്പമില്ല അമ്മച്ചി. വീട് വിറ്റിട്ടായാലും അപ്പനെ ചികിത്സിക്കണമെന്നായിരുന്നു രണ്ടുപേരുടെയും നിലപാട്. നിവൃത്തികേടുകൊണ്ട് ഞാൻ സമ്മതം മൂളി. രോഗം ക്യാൻസർ അല്ലേ. കടലിൽ കായം കലക്കുന്നത് പോലെ പൈസ ചെലവിട്ടത്. എന്നിട്ടും വിഷമിക്കാതെ ചേച്ചി. കഴിഞ്ഞതൊന്നും മനസ്സിലിട്ട് നീട്ടി അടുത്ത വ്യാധി പിടിപ്പിക്കണ്ട. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആ സമയം നമ്മളെല്ലാം അനുഭവിച്ചേ തീരൂ. പിള്ളേരുടെ കാര്യം ഓർക്കുമ്പോഴാ ചിരിച്ചും കളിച്ചും നടക്കേണ്ട സമയത്താ സിമിമോൻ ചുമതലയെല്ലാം തോളിലേറ്റിയത്. പഠിപ്പ് നിർത്തി കൂലിപ്പണിയെന്നും പറഞ്ഞിറങ്ങി. വീട്ടിലെ ബുദ്ധിമുട്ട് കൊണ്ട് ഞാനും എതിരൊന്നും പറഞ്ഞില്ല. പല രാത്രികളിലും എൻ്റെ കുഞ്ഞുറങ്ങാതെ ഈ ഉമ്മറപ്പടി വന്നിരുന്ന് നേരം വെളുപ്പിക്കുന്നത് കാണുമ്പോ എന്റെ ചങ്ക് പൊളിയോ. ആരോ വിളിക്കുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് വരാം. എടാ സിബിയെ, ചന്ദ്രേട്ടൻ വന്നിരിക്കുന്നു. സിഗരറ്റ് മേടിക്കാൻ പോയപ്പോൾ ജംഗ്ഷനിൽ നിന്ന് കൂട്ടിയതാ. ആ ചന്ദ്രേട്ടനോ? ഇന്നത്തെ കച്ചവടം നേരത്തെ കഴിഞ്ഞു ചന്ദ്രേട്ടാ. എല്ലായിടത്തും പഴയതുപോലെ ഓടിത്താൻ പറ്റണ്ട മോനെ. പരമാവധി വിറ്റ് തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് ജെട്ടിയിലെ ബോട്ട് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അവിടെയും ആൾ കുറവാ. ആകെ ഉണ്ടായിരുന്ന ഇൻ്റർനെറ്റ് കട പൂട്ടിയ പിന്നെ ഉച്ചയ്ക്കുള്ള റിസൾട്ട് അറിയലും മുടങ്ങി. ഇപ്പോൾ എല്ലാവരും റിസൾട്ട് അറിയാൻ ടൗണിൽ പോകുമ്പോൾ അവിടുന്ന് തന്നെ ടിക്കറ്റ് എടുക്കുക. മോൻ്റെ ടിക്കറ്റിന് ഇന്നൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതൊന്നും സാരമില്ല ചന്ദ്രേട്ടാ, ഭാഗ്യം തെളിയണ്ടേ നമുക്കൊക്കെ. റിസൾട്ട് കിട്ടിയാൽ ആദ്യം നോക്കുന്നത് മോൻ്റെ നമ്പറാണ്. എല്ലാ പ്രാരാബ്ദങ്ങളും തീർന്ന് ഉള്ളു തുറന്നുള്ള ചിരിയൊന്ന് കണ്ടാൽ മതി ചന്ദ്രേട്ടന്. ആ പിന്നെ സിനിമോളെ രാവിലെ ജെട്ടി വെച്ച് കണ്ടായിരുന്നു. മോൻ്റെ പണിസെറ്റ് എവിടെയാണെന്ന് സിനിമോൾക്ക് അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് പകച്ചു കേട്ടോ. പിന്നെ കൂട്ടുകാരനെ കണ്ടത് വലിയ കാര്യമായി. അയ്യോ, ഞാനത് മനഃപൂർവ്വം പറഞ്ഞതല്ല ചന്ദ്രേട്ടാ. തേവരയുള്ള പണിസൈറ്റിലേക്ക് പോകണ്ടെന്ന് മുതലാളി പറഞ്ഞിരിക്കുക. അവിടുന്ന് കാശ് കുറേ കിട്ടാനുണ്ട്. ഇന്നു മുതൽ ഇവിടെയാ പണിയെന്ന് ഇന്നലെ വൈകിട്ടാണ് മുതലാളി വിളിച്ച് പറയുന്നത്. വീടിനടുത്തായതുകൊണ്ട് എങ്ങനെയെങ്കിലും ചന്ദ്രേട്ടൻ അറിയുമെന്ന് ഞാനും കരുതി. എന്നും 2 ടിക്കറ്റ് കുഞ്ഞിന് മാറ്റി വെച്ചിട്ടുള്ള കച്ചവടമല്ലേ ചന്ദ്രേട്ടനുള്ളൂ. അത് ഈ കൈകൾ ഏൽപ്പിക്കുന്നവരെ ഒരു സമാധാനക്കേടാ. എന്നാ പിന്നെ പതിവ് തെറ്റിക്കണ്ട. ആ കോട്ടയും തന്നേക്ക് ചന്ദ്രേട്ടാ. ഇന്നൊട്ടും കച്ചവടം നടന്നില്ല ചന്ദ്രേട്ടാ. അതൊന്നും കാര്യമാക്കണ്ട കുഞ്ഞെ. ഇതൊക്കെ ലോട്ടറി കച്ചവടത്തിൽ പറഞ്ഞിട്ടുള്ളതാ. ചില ദിവസം കിട്ടും, ചില ദിവസം കിട്ടിയതും കൂടി കയ്യിൽ നിന്ന് വെക്കേണ്ടി വരും. അങ്ങനെ ഇപ്പോൾ ചന്ദ്രേട്ടൻ കയ്യിൽ നിന്നൊന്നും വെക്കാനൊന്നും പോകണ്ട. വീട്ടിലെ ബുദ്ധിമുട്ടൊക്കെ എനിക്കും അറിയാവുന്നതല്ലേ. ബാക്കി ഇനി എത്ര ടിക്കറ്റ് വേണം ചന്ദ്രേട്ടാ? അയ്യോ, അതൊന്നും കുഞ്ഞറിയണ്ട. കുഞ്ഞിനുള്ള 2 ടിക്കറ്റ് അങ്ങ് പിടിച്ച് ചന്ദ്രേട്ടൻ അങ്ങ് പോയിക്കോളാം. അപ്പം എന്നെ ഒരു അന്യനായിട്ടാണോ ചന്ദ്രേട്ടൻ കണ്ടിരിക്കുന്നത്? മോനെ, അത് ഒരതുമില്ല. കാശ് ഞാൻ വൈകിട്ട് വീട്ടിലെത്തിച്ചോളാം. തന്നേ മോനെ. കുഞ്ഞെ,
നിനക്ക് ദൈവം നല്ലതേ വരുത്തും. നല്ലവരെ ദൈവം പരീക്ഷിക്കും മോനെ. അനിയത്തി കോളേജിലേക്കായിരിക്കും അല്ലേ? അവള് പഠിക്കട്ടെ. എടാ ജോൺസാ, പഠിക്കുന്നത് ഇപ്പോ നല്ല കാര്യമല്ലേ? അകത്തോട്ട് കയറിയിരുന്ന് സംസാരിക്കാം. അകത്തോട്ട് കയറിയ പിന്നെ ഈ അന്തോണിയെ പുറത്തോട്ട് ഇറക്കാൻ അല്പം പാടാ എന്റെ ചേച്ചി. അല്ലെങ്കിൽ തന്നെ സൽക്കാരം സ്വീകരിക്കാൻ ഇനിയും സമയം കിടക്കല്ലേ? അന്തോണിച്ചായ അകത്തോട്ട് കയറിയിരിക്കെ. ഇതൊരു വാടക വീടാ. അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവരൊക്കെ ശ്രദ്ധിക്കട്ടാ. ശ്രദ്ധിച്ചാലല്ലേ എന്റെ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാവൂ. ഇതിപ്പോ ഡേറ്റ് എത്രയെന്ന് വല്ല തിട്ടമുണ്ടോ നിനക്ക്? ഞാൻ നടക്കുന്ന 2 മാസവും കഴിഞ്ഞ് ദിവസം 3ആയി. ഞാനിന്ന് അങ്ങോട്ട് വന്ന അന്തോണിച്ചായനെ കാണാനിരിക്കുമായിരുന്നു. അതൊന്നും വേണ്ടടാ. നീ എന്നെ കാണാൻ നടന്ന് മുഷിയണ്ടെന്നോർത്തല്ലേ ഈ അന്തോണിച്ചാൻ ഇങ്ങോട്ട് വന്നത്. ഉള്ള കാര്യം അങ്ങോട്ട് പറയാലോ. ദേ, ആ പറഞ്ഞ പണമെടുത്ത് ഈ ബാഗിലേക്ക് അങ്ങ് വെച്ച് ചെല്ല്. സമയം തീരെ ഇല്ലാത്തവനായി അന്തോണി. അന്തോണിക്ക് പണം തരാനുള്ള സത്യം തന്നെയാ. അത് ഞങ്ങളുടെ ബാധ്യത കൂടിയാ. പക്ഷേ നിവൃത്തികൾ കൊണ്ടാ പലിശ മുടങ്ങിയത്. നിവൃത്തിയെടുക്കും എല്ലാവർക്കും ഉണ്ടാവും എൻ്റെ ചേച്ചിയെ. അതൊന്നും ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓ, രൂപ 1ഉം 2ഉം അല്ല, ആയിരുന്നേ ഞാനങ്ങ് സഹിച്ചേനെ. മരിച്ചുപോയവൻ്റെ അപ്പൻ്റെ ആത്മാവൊരു കുർബാന ചെല്ലിയതായിട്ട് ഞാനങ്ങ് കരുതിയേനെ. പക്ഷേ ഇത് 1.5 ലക്ഷമാ. മുതലും പലിശയും ചേർത്ത് 2 ലക്ഷത്തിന് മേലെ വരും. അത്രയും രൂപയ്ക്ക് കുർബാന നടത്താൻ ഇവന്റെ അപ്പനെന്താ മാർപ്പാപ്പേ? പതുക്കെ. എന്തു പതുക്കെ? മിണ്ടരുത് നീ. കൈ കിടന്ന കാശ് മേടിച്ചിട്ട് മുതലുമില്ല, പലിശയില്ല. അറിയോ, ഈ പണം മേടിക്കാനായിട്ട് ഇതിന്റെ പിറകെ ഓടിയ വണ്ടിയുടെ പെട്രോൾ കാശ് എത്രയും നടക്കില്ല അറിയാവാ? അതൊക്കെ ചോദിക്കും പതുക്കെ പറയാൻ. ഈ അന്തോണിയെ നിനക്ക് ശരിക്കും അറിയില്ല, പക്ഷെ നിന്റെ അപ്പനറിയാമായിരുന്നു. അതിപ്പോ കുഴി കിടക്കണ ഇവന്റെ അപ്പം വന്ന് ഇവന് പറഞ്ഞു കൊടുക്കുക. എടാ ജോൺസാ, ഇത് വല്ല ഇവർക്കറിയോ? ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇവിടെ കിടന്ന് ഒച്ച വെക്കരുത്. നിങ്ങളുടെ പണം ഞങ്ങൾ എത്രയും വേഗം തന്നു തീർക്കാം. ദയവ് ചെയ്ത് ഒച്ച വെക്കരുത്. ചേച്ചി ആ പറഞ്ഞത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഒന്നുമല്ലേലും മരിച്ചുപോയ നിങ്ങളുടെ ഭർത്താവിന്റെ കൂട്ടാളിയല്ലേ ഞാനും. ഒച്ച വെച്ച് നാണം കെടുത്തിയ അവന്റെ ആത്മാവ് എന്നോട് പൊറുക്കുവോ? ഓ, ഇനിയിപ്പൊ അവൻ പുറത്താ തന്നെ ഞാൻ മരിച്ച് മുകളിലോട്ട് ചെല്ലുമ്പോ കർത്താവിശ്വമിശിക എന്നോട് പൊറുക്കൂ. എടാ ജോൺസാ, ഇവിടെ അടുത്ത് കുമ്പസാരിക്കാൻ കൊള്ളാവുന്ന വല്ല പള്ളി ഉണ്ടോടാ? ഉണ്ടല്ലോ മുതലാളി, നമ്മുടെ വിമലഹൃദയ പള്ളിയിലെ വികാരി അതിന് ബെസ്റ്റ് അല്ലേ? വിമല ഹൃദയമെങ്കിൽ വിമല ഹൃദയം. അതെ, ചേച്ചി വിഷമിക്കണ്ട. ഞാനൊന്ന് പോയി കുമ്പസാരിച്ചിട്ട് നാളെ രാവിലെ ഇങ്ങെത്താം. പറഞ്ഞ പണമെണ്ണി തിട്ടപ്പെടുത്തി ദേ ഇവിടെ വെച്ചേക്കണം. ഇല്ലെങ്കിൽ കുമ്പസാരും കുർബാനയൊക്കെ ഞാൻ ഇവിടെ നടത്തും. വണ്ടി എടുക്കട ജോൺസാ. ദുഷ്ടൻ അല്ലെങ്കിലും ദുഷ്ടന്മാരെ പന പോലെ ഉയർത്തുമെന്നല്ലേ? മോൻ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. എന്നെ കൊണ്ട് എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മോനെ സഹായിച്ചേനെ. അതിന് പോലും പറ്റാത്തവനായിപ്പോയില്ലേ ഞാൻ. മോൻ എന്നോടൊന്നും തോന്നരുത്. അതൊന്നും സാരമില്ല ചന്ദ്രേട്ടാ. അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ച് തന്നെ തീരണ്ടേ? എല്ലാ പ്രാരാബ്ദങ്ങളും തീർന്ന് എന്നാ മോനെ നീ ഒന്ന് ചിരിച്ച് കാണുന്നു.
ചന്ദ്രേട്ടാ, എനിക്കുള്ള പതിവ് മറന്നല്ലേ? എനിക്കിത് മനസ്സിലാവുന്നില്ല കുഞ്ഞ്. എടാ സിബിയെ, ഒരു സംഭവം ഉണ്ടായാലിയാ. എന്താടാ, എന്താ കാര്യം? അത് നീ ഒന്ന് വേഗം വീട്ടിലേക്ക് അല്ലേ. എന്താടാ, എന്താ കാര്യം? വാടാ. മോനെ, അവള് നമ്മളെ ചതിച്ചടാ. മുറി അടിച്ചു വരാൻ ചെന്നപ്പോഴാ മേശപ്പുറത്ത് ഈ കത്ത് കണ്ടത്. സ്നേഹം നിറഞ്ഞ അമ്മച്ചിക്കും ഏട്ടനും, ഒരിക്കലും അവസാനിക്കാത്ത പ്രാരാബ്ദങ്ങൾക്കിടയിൽ ഞാൻ എൻ്റെ ജീവിതം ഹോമിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പുവേട്ടൻ നല്ലയാളാ, എന്നെ പൊന്നുപോലെ നോക്കിക്കോളും. എന്നെ അന്വേഷിച്ച് നടന്ന് ആരും വിഷമിക്കേണ്ട. രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് ഇന്ന് തന്നെ ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോകും. അല്പമെങ്കിലും എന്നോട് സ്നേഹമുണ്ടേൽ എന്നെ മനസമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കണം എന്ന് സിമി. രാവിലെ 11 മണിക്ക് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു. സാക്ഷിയായിട്ട് ഒപ്പിട്ടത് നമ്മുടെ ഒരു കൂട്ടുകാരനാ. അവനാ എന്നോടും വിളിച്ച് ഇക്കാര്യം പറഞ്ഞത്. ഈ കത്തും വായിച്ചോണ്ട് നിന്നോ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കിത് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമല്ലേ? ഉർവശി ശാപ ഉപകാരം. എനിക്കാ പോയത്. ആകെ ഉണ്ടായിരുന്ന ഒരു ആന്തരിയ, അവനെയും കൊണ്ട് അവള് പോയത്. ഒരു മോളെ പോലെയല്ലേ ഞാൻ അവളെ കണ്ടത്. പെങ്ങന്മാരില്ലാത്ത അവന് ഒരു പെങ്ങളെ കിട്ടിയ പോലെ ഞാനാ ഈ സ്വാതന്ത്ര്യം കൊടുത്തത്. അപ്പൊ എനിക്കിത് തന്നെ കിട്ടണം. ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു അമ്മണി, അറിഞ്ഞ സമ്മതിക്കില്ലായിരുന്നു. ഓ, നിങ്ങളുടെ സമ്മതക്കേട് ആർക്കാ വേണ്ടത്? കഴുത്തിൽ ഒരു താലിച്ചരടും കെട്ടിച്ച് എന്റെ മോനെയും കൊണ്ട് നാട് കടന്ന് കളഞ്ഞില്ലേ ആ വഞ്ചകി. സ്വന്തം പോലെയല്ലേ ഞാൻ നിങ്ങളെ കണ്ടത്. വാടക കുടിശ്ശിയുടെ കാര്യത്തിൽ പോലും എപ്പോഴെങ്കിലും നിർബന്ധം പിടിച്ചിട്ടുണ്ടോ? എല്ലാം കൂടെ ചേർത്ത് തിരിച്ച് തന്നല്ലോ അല്ലേ? അടുത്ത മാസം ലീവിന് വരുന്ന ആ മനുഷ്യനോട് ഞാൻ ഇനി എന്ത് സമാധാനം പറയൂ എന്റെ ഭഗവാനെ? ആൻറ്റി, എനിക്കും അമ്മച്ചിക്കും ഈ കാര്യത്തെക്കുറിച്ച് സൂചന പോലും കിട്ടിയിട്ടില്ല. അങ്ങനെയൊന്നും അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളെ തിരുത്തിയാനെ. തിരുത്തും. ആ പലിശക്കാരൻ അന്തോണി വന്ന് പറഞ്ഞിട്ട് പോയതുപോലെ പുളിങ്കൊമ്പ് നോക്കിയല്ലേ അവള് പിടിച്ചത്. കടത്തിന്റെയും പ്രാരാബ്ദങ്ങളുടെ ഇടയിൽ പെങ്ങൾക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ നീ ഈ ഒരു വഴിയെ കണ്ടുള്ളാടാ. ആൻറ്റി, മതി, നിർത്തിക്കോണം. ആന്റി അങ്കിളും തരാനുള്ള വാടക കുടിച്ച് എനിക്കിനി വേണ്ട. എങ്ങോട്ടാന്ന് വെച്ചാ പൊയ്ക്കോ. കാണണ്ട എനിക്ക് നിങ്ങളെ. പൊയ്ക്കോ അങ്ങോട്ടെങ്കിലും. അമ്മണി, നീ ഇങ്ങോട്ട് പോരടാ. ഇവിടെ നിന്നിട്ട് എനിക്ക് തന്നെ ഭ്രാന്ത് പിടിക്കുന്നു. ഇവിടെ ഇന്ന് വെറുതെ സീനാക്കണ്ട. വല്ല വിവരമുണ്ടോ മോനെ? അന്വേഷിച്ചില്ല. അന്വേഷിച്ചല്ലടന്നല്ലേ കത്തിലെഴുതിയിരിക്കുന്നത്. നമ്മളായിട്ട് ഇനി അവളുടെ ജീവിതം നശിപ്പിച്ചെന്ന് വേണ്ട. എൻ്റെ മാതാവേ, എൻ്റെ കുഞ്ഞിനെ കാത്തോളണേ. ആ, അമ്മച്ചി എന്തെങ്കിലും കഴിച്ചോ? എനിക്കൊന്നും വേണ്ട മോനെ. വിശപ്പും ദാഹവും ഒക്കെ തീർന്നില്ലേ? അത് പറഞ്ഞാൽ പറ്റില്ല. പ്രശ്നൻ്റെ ഗുളി കഴിക്കുന്നില്ലേ? എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് കിടന്നാൽ മതി. അമ്മച്ചി ഒന്ന് ഭക്ഷണം എടുത്ത് വെക്ക്. ഞാൻ പോയി കൈ മുഖം കഴിയിട്ട് വരാം.
എന്നോട് ക്ഷമിക്കണേ അപ്പച്ച. പിടിച്ചിരിക്കാനാവുന്നത് നോക്കി എനിക്കൊണ്ട് പറ്റാഞ്ഞിട്ടാ. ക്ഷമിക്കണേ അപ്പച്ച, ക്ഷമിക്കണേ. നിനക്ക് ശരിക്കും അറിയില്ല. കടത്തിന്റെ പ്രാരാബ്ദങ്ങളുടെ ഇടയിൽ പെങ്ങൾക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ നീ ഈ ഒരു വഴിയെ കണ്ടോളാ. എങ്ങോട്ടാന്ന് വെച്ചാൽ പോയിക്കോ. എനിക്ക് നിങ്ങളെ മോനെ, ഈ അമ്മച്ചിയെ തനിച്ചാക്കിട്ട് പോവല്ലേ. അല്ലാതെ ഈ അമ്മച്ചിക്ക് വേറെ ആരുള്ളത്? ഈ അമ്മച്ചിക്ക് വേറെ ആരുമില്ല. എന്നാലും എന്നെ തനിച്ചാക്കിട്ട് പോകാൻ നിനക്ക് തോന്നിയല്ലോ കുഞ്ഞെ. ക്ഷമിക്കാൻ പറ്റി, എനിക്ക് തെറ്റുപറ്റിപ്പോയി. എനിക്കെന്താ ഇങ്ങനെയൊക്കെ തോന്നാൻ? ഞാനെന്താ ഇങ്ങനെ? പെങ്ങൾക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ പോലും കഴിവില്ലാത്തവനായി പോയില്ലേ ഞാൻ? കുടുംബം ഉത്തരവാദിത്തമില്ലാത്തവനായി പോയില്ലേ ഞാൻ? ഇല്ല മോനെ, അങ്ങനെയൊന്നും ഒരിക്കലും ഇല്ല. ആരൊക്കെ എന്റെ കുഞ്ഞിനെ ഒറ്റപ്പെടുത്തിയാലും ഈ അമ്മയ്ക്കറിയാം നിന്നെ. രാപകലില്ലാതെ ഈ കുടുംബത്തിന് വേണ്ടി നെട്ടോട്ട് ഓടിയ നിന്നെ ഈ അമ്മച്ചി ഒരിക്കലും തള്ളി പറയില്ല കുഞ്ഞ്. പറ്റാഞ്ഞിട്ടാ. കിടന്നിട്ട് ഉറക്കമില്ല, ചുറ്റും പരിഹാസവും കുത്തുവാക്കുക. ഒരു ജന്മം കൊണ്ട് അനുഭവിക്കാവുന്നതല്ലേ ഈ ചെറിയ പ്രായം കൊണ്ട് ഞാൻ അനുഭവിച്ചത്? അത്രയൊക്കെ അനുഭവിക്കാൻ മാത്രം അത്രയ്ക്ക് പാപിയാണോ അമ്മേ ഞാൻ? അമ്മച്ചിക്കറിയോ, ക്യാൻസർ വന്ന അപ്പച്ചൻ മരിക്കുമ്പോ ഇരുട്ടിലായി പോയതാ നമ്മുടെ കുടുംബം. അന്ന് എല്ലാവരുടെയും എല്ലാ സ്വപ്നങ്ങളും അവസാനിച്ചപ്പോ ഞാനൊരു കാര്യം മനസ്സിൽ തീരുമാനിച്ചു. പാവപ്പെട്ട ക്യാൻസർ രോഗികളെ ആവുന്നത്ര സഹായിക്കണം. കൈ കിട്ടുന്നതിന്റെ പാതി കൊടുത്തിട്ടായാലും
ആ പാവപ്പെട്ട രോഗികൾക്ക് എന്നാ കഴിയുന്ന സഹായം എനിക്ക് ചെയ്യണം. നമ്മുടെ ഈ കുടുംബം ഇരുട്ടിലായതുപോലെ മറ്റൊരാൾക്കും ഈ അവസ്ഥ ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിച്ചത് തെറ്റായിപ്പോയോ അമ്മേ? ക്യാൻസർ രോഗികൾക്ക് വേണ്ടി എന്നാൽ കഴിയുന്നൊരു സഹായം. അപ്പച്ചൻ മരിച്ചത് പിന്നെ ഞാനായിട്ട് തുടങ്ങി വെച്ചൊരു കാരുണ്യ പ്രവൃത്തി. ആ ചന്ദ്രട്ടൻ വഴി അന്ന് മുതൽ ഞാനെടുത്ത് കൂട്ടിയ കാരുണ്യ നോക്കി അമ്മേ ഇത് മുഴുവൻ. മോനെ, ഈ അമ്മച്ചി തോപ്പിച്ചു കളഞ്ഞല്ലോ നീ. അമ്മച്ചി തന്നെ പറ, ഇനി ഇനി ഇതുക്കുള്ള അനുഭവിക്കണോ ഞാൻ? അതോ ഇനി അനുഭവിക്കാൻ ബാക്കിയുണ്ടോ? എല്ലാത്തിനും തയ്യാറാട്ടാ സിബി നിൽക്കുന്നേ. അരുത് മോനെ, അങ്ങനെയൊന്നും എന്റെ മോൻ പറയരുത്. നീ ചെയ്ത പുണ്യത്തിന്റെ മഹത്വം എന്താണെന്ന് മറ്റാരെക്കാളും ഈ അമ്മച്ചിക്ക് മനസ്സിലാവും. അത് മാത്രം പോരെ എന്റെ കുഞ്ഞിന്. പണം കൊണ്ട് ദരിദ്രനാണെങ്കിലും മഹത്വം കൊണ്ട് നീ കോടീശ്വരനാ പോലെ. സിബിക്കുഞ്ഞേ, സിബിക്കുഞ്ഞേ, മോനെ സിബിക്കുഞ്ഞേ, മോനെ സിബിക്കുഞ്ഞേ, സിബിക്കുഞ്ഞേ. ആ ചന്ദ്രേട്ടനോ? ഞാൻ അങ്ങോട്ട് വന്ന് യാത്ര പറയാനിരിക്കുമായിരുന്നു. യാത്ര പറയാനോ? എങ്ങോട്ട്? ഞങ്ങൾ പോവാ ചന്ദ്ര. ഇന്നലെ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. എല്ലാവർക്കും ഒരു ബാധ്യതയായിട്ട് എന്തിനാ? അയ്യോ ചേച്ചി, നിങ്ങൾ ആർക്കും ഒരു ബാധ്യത ഞാൻ പോകുന്നില്ല. എന്റെ പൊന്നു മോനെ, ഈ ചന്ദ്രൻ ചേട്ടൻ ഈ വെളുപ്പാങ്കലത്ത് മഴ നനഞ്ഞ് ഇങ്ങോട്ട് ഓടി വന്ന എന്തിനാണെന്ന് നിനക്കറിയാമോ? നിന്റെ ഉള്ളു തുറന്നുള്ള ചിരിയൊന്ന് കാണാൻ. ചിരിക്കടാ, ഒന്ന് ചിരിക്കടാ എന്റെ പൊന്നു മോനെ. ചന്ദ്രേട്ടാ, എന്താ ഇത്? എന്റെ ചേച്ചി, നിങ്ങളിനി രാജാക്കന്മാരാ, എന്ന് വെച്ചാ കോടീശ്വരന്മാര്. നീ എന്ത് പിച്ചും പെയ്യേ ചന്ദ്രേ പറയുന്നേ? പിച്ചും പെയ്യൊന്നും അല്ല ചേച്ചി. മോനെ സിബിക്കുഞ്ഞെ, ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലായില്ലേ? സത്യമാ ഞാൻ പറഞ്ഞു ചേച്ചി. ഇന്നത്തെ കാരുണ്യ ബാക്കിയുടെ ഒന്നാം സമ്മാനം നമ്മുടെ സിബിക്കുഞ്ഞിനാ. മോനെ, മോനെ. എന്താ മോനെ, എന്താ നിനക്കൊരു സന്തോഷമില്ലാത്തത്? ചന്ദ്രേട്ടൻ എന്താ ഇപ്പൊ പറഞ്ഞത്? ഏതൊരിക്കലും സമ്മാനം കിട്ടിയ കാര്യമാ ചന്ദ്രേട്ടൻ ഈ പറയുന്നേ? എന്റെ മോനെ, ഇന്നലെ പണിസ്ഥലത്ത് വെച്ച് നമ്മൾ സംസാരിച്ച് നീ ഓർക്കുന്നില്ലേ? എല്ലാ പ്രാരാബ്ദങ്ങളും തീർന്ന് എന്താ മോനെ നീ ഒന്ന് ചിരിച്ചു കാണുന്നേ? ചന്ദ്രേട്ടാ, എനിക്കുള്ള പതിവ് മറന്നല്ലേ? എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ല കുഞ്ഞ്. മോൻ ചെന്ന് വേഗം ആ ടിക്കറ്റ് എടുത്തോണ്ട് വാ. ആ ഷർട്ടിന്റെ പോക്കറ്റിൽ തന്നെയാ ചന്ദ്രൻ ചേട്ടൻ ടിക്കറ്റ് വെച്ചിരിക്കുന്നത്. ആ ഷർട്ടിങ് എടുത്തോണ്ട് പോയ എന്റെ പൊന്നു മോനെ. ഭഗവാനെ, നീ ചതിച്ചോ? ദൈവമേ, അല്പം കാരുണ്യം ഈ കുടുംബത്തോട് കാണിക്കണേ. ചേച്ചി, നിങ്ങൾക്കറിയാവുന്ന എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്ക്. മോനെ, നീയും വിളിച്ച് പ്രാർത്ഥിക്ക്. ഇനി ഇതിലെ ഒരു പ്രതീക്ഷയുള്ളൂ.
കിട്ടി, ആ ടിക്കറ്റ് കിട്ടി. ഇത് തന്നെ ആ ടിക്കറ്റ്. എന്റെ പൊന്നുമോനെ, നീ രക്ഷപ്പെട്ടടാ. ഇതാ മോനെ, നിനക്ക് അവകാശപ്പെട്ട ടിക്കറ്റ്. ഇനി എന്തിനാ മോനെ നീ കരയുന്നത്? സന്തോഷിക്കല്ല വേണ്ടത്. സന്തോഷം കൊണ്ട് കരഞ്ഞു പോയതാ ചന്ദ്രേട്ടാ. എന്റെ പൊന്നു മോനെ, ഞാൻ പറഞ്ഞില്ലേ നിന്റെ മഹത്വം എന്തെങ്കിലും ദൈവം കാണുമെന്ന്. ദൈവസന്നിധിയിലും നീ ഒന്നാം സ്ഥാനത്താ മോനെ. എന്റെ പൊന്നു കുഞ്ഞ്, ഇത്രയും വലിയ കാരുണ്യമാണല്ലോ ദൈവം നിനക്ക് ഒരുക്കി വെച്ചിരുന്നത്. ഈ കാരണലോട്ടിലൂടെ ഈ പാവപ്പെട്ട രോഗികളോട് കാണിച്ച കാരുണ്യത്തിന്റെ സമ്മാനമായത് നിന്റെ ബാക്കി വർഷമാണ് ഈ പെയ്തുകൊണ്ടിരിക്കുന്നത്.